നടുപ്പതി ആദിവാസി കോളനിയിലെ വൈദ്യുത ആവശ്യം പൂർണ്ണമായും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 120 വീടുകളിൽ സൗരോർജ്ജവൽക്കരണം പൂർത്തിയായി. ഇതോടുകൂടി നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലൂടെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃതമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി ഗോത്രമേഖലയായി നടുപ്പതി മാറുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അനർട്ട് നടപ്പാക്കി വരുന്ന ഹരിത ഊർജ്ജ വരുമാന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനിയായ നടുപ്പതി കോളനിയുടെ ഉദ്ഘാടനം നടുപ്പതി GWLP സ്കൂൾ ഗ്രൗണ്ടിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടുപ്പതിയിലെ 80 വീടുകളിലായി 2 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകളാണ് സ്ഥാപിച്ചത്. ബാക്കി വീടുകളിൽ മേൽക്കൂരകൾ സജ്ജമാകുന്ന മുറയ്ക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കും. 60% സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ടും 40% കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പൂർത്തീകരണത്തിന് ഗുണഭോക്തൃവിഹിതമായ 72,75,100 രൂപ അനർട്ടിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു. 2 കിലോവാട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ പ്രതിദിനം ഏകദേശം 8 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഗ്രിഡിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അധിക വൈദ്യുതിയിൽ നിന്ന് ചെറിയ വരുമാനം കണ്ടെത്താൻ ഈ കുടുംബങ്ങൾക്ക് സാധിക്കും. 100 യൂണിറ്റ് വൈദ്യുതി മാസ ഉപഭോഗമുള്ള കുടുംബത്തിന് ഏകദേശം 1200 യൂണിറ്റ് വൈദ്യുതി ഒരു വർഷം ഗ്രിഡിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇതിലൂടെ വർഷത്തിൽ ഏകദേശം 4000 രൂപയോളം വരുമാനം ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി ഒരു ഇൻഡക്ഷൻ സ്റ്റൗ കൂടി ഗുണഭോക്താവിന് നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ട് കിട്ടുന്നവർക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ബോർഡ് അനർട്ടും സർക്കാരും അത് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് ഈ വിധത്തിൽ നിൽക്കുന്നത്. ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ഖണ്ഡിത സൗരോർജ്ജ കൃത്യ ആദിവാസി ഗോത്രമേഖലയായി നടുപ്പതിയെ പ്രഖ്യാപിക്കുന്നത് വളരെ സന്തോഷം നൽകുന്നുണ്ട്. അനർട്ട് മുഖേന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഹരിത ഊർജ്ജ വരുമാന പദ്ധതിയാണ് ഇത് സാധ്യമായത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഹരിത ഊർജ്ജ വരുമാന പദ്ധതി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് രാജ്യമൊട്ടാകെ നടപ്പാൻ ഉദ്ദേശിക്കുന്നതായാണ് മനസ്സിലാകുന്നത്. വരണ്യവിഭാഗത്തിന് മാത്രം ലഭ്യമായിരുന്ന പുരപ്പര സൗരോർജ്ജ പദ്ധതി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് കൂടി സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയാണ് അനർട്ട് മുഖേന നടപ്പിലാക്കുന്ന ഹരിത ഊർജ്ജ വരുമാന പദ്ധതി. ഇതിലൂടെ ഈ വിഭാഗത്തിന് പ്രതിവർഷം 10,000-ഓളം രൂപ സ്ഥിരമായ ഒരു വരുമാനം ലഭ്യമാക്കുന്നതാണ്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച 700 വീടുകളിൽ 2 കിലോവാട്ട് വീതവും ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സംസ്ഥാന പദ്ധതി വിഹിതം വിനിയോഗിച്ച് സ്ഥാപിച്ചു. പട്ടികജാതി വകുപ്പ് നിർമ്മിച്ച് നൽകിയ 300 വീടുകളിൽ 3 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു. ലൈഫ് മിഷൻ പുനർഗേഹം പദ്ധതി വഴിയുള്ള 500ഓളം വീടുകളിൽ കൂടി സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള നടപടികൾ നടത്തിവരുന്നുണ്ട്. പരിപാടിയിൽ എ. പ്രഭാകരൻ MLA അധ്യക്ഷനായി. പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത, ജില്ലാ പഞ്ചായത്ത് അംഗം M. പത്മിനി, അനർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നരേന്ദ്രനാഥ് വേലൂരി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.